അടുത്തത് നമുക്ക് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനിൽ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് നോക്കാം. അതായത് ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ്. അപ്പോൾ ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്നത് എന്താണ്? HCN. ഓക്കെ, ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്നത് HCN ആണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ സയനൈഡിൻ്റെ എഡിഷൻ ബേസിക് മീഡിയത്തിലാണ് നടക്കുക. ഇപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പുകളെ ഡൊണേറ്റ് ചെയ്യണത്. അപ്പോൾ ബേസിൻ്റെ പ്രത്യേകത എന്താ? ബേസ് ഈ പ്രോട്ടോണിനെ എബ്സ്ട്രാക്ട് ചെയ്യും. ഈ പ്രോട്ടോണിനെ എബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? CN- എന്നുള്ള ഈ ന്യൂക്ലിയോഫൈല് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഈ ന്യൂക്ലിയോഫൈല് പിന്നെ നമ്മുടെ ആൽഡിഹൈഡ്സ് കീറ്റോൺസിലേക്ക് ന്യൂക്ലിയോഫിലിക് അഡിഷൻ നടക്കും. അപ്പോൾ C+OH. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്. ഈ ഇലക്ട്രോഫിലിക് സെൻറ്ററിലേക്ക് ഈ ന്യൂക്ലിയോഫൈല് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, CN- വന്നിട്ടുള്ള ന്യൂക്ലിയോഫൈല് ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് എന്താ ഫോം ചെയ്യുക? അത് ടെട്രാഹെഡ്രൽ ഇൻ്റർമീഡിയേറ്റ് ഫോം ചെയ്യും. RCO- CNH. അങ്ങനെയല്ലേ? RC ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ O- ഇവിടേക്ക് ന്യൂക്ലിയോഫൈല് വന്ന് അറ്റാച്ച് ചെയ്തു. അതാണ് ഈ CNH. ഇങ്ങനെയുള്ള ഒരു ടെട്രാഹെഡ്രൽ ആയിട്ടുള്ളൊരു ഇൻ്റർമീഡിയേറ്റ് ഫോം ചെയ്യും. ഇത് ഫാസ്റ്റായിട്ട് പ്രോട്ടോണേഷൻ നടക്കും. പ്രോട്ടോണുമായിട്ട് പ്രോട്ടോണേഷൻ നടന്നതിന് ശേഷം RCOH CNH എന്നുള്ള ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇത് നോക്കൂ, ഇതിൽ സയനോ ഗ്രൂപ്പും ഉണ്ട്, OH ഗ്രൂപ്പും ഉണ്ട്. ഇതിനെ നമ്മൾ സയനോഹൈഡ്രിൻസ് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ സയനൈഡുമായിട്ടുള്ള ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ഒരു ബേസിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ബേസിൻ്റെ പ്രസൻസിൽ ഫാസ്റ്ററായിട്ട് CN- എന്നുള്ള ന്യൂക്ലിയോഫൈല് ജനറേറ്റ് ചെയ്യും. പിന്നെ ഫാസ്റ്റായിട്ട് ഈ രീതിയിൽ റിയാക്ട് ചെയ്തിട്ട് സയനോഹൈഡ്രിൻസ് ഫോം ചെയ്യും. ഇവിടെ HCN ബേസിൻ്റെ ആബ്സെൻസിനും റിയാക്ട് ചെയ്യും. പക്ഷേ ബേസിൻ്റെ ആബ്സെൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ സ്ലോ ആയിരിക്കും. ഒന്നുകൂടി ഫാസ്റ്ററായിട്ട് റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ബേസിൻ്റെ പ്രസൻസിൽ ഈ ഒരു റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. അപ്പോൾ എന്താണ്? ഹൈഡ്രജൻ സയനൈഡുമായിട്ട് ബേസിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്തിട്ട് സയനോഹൈഡ്രിൻസ് ഫോം ചെയ്യും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ജനറൽ റിയാക്ഷനാണ് ഇപ്പോൾ നോക്കിയത്. കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻസ് നോക്കാം. ആദ്യം നമുക്ക് അസറ്റാൽഡിഹൈഡ് എടുക്കാം. അസറ്റാൽഡിഹൈഡ് CH3 C+OH. അസറ്റാൽഡിഹൈഡ് HCN-ഉമായിട്ട് റിയാക്ട് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു ബേസിക് മീഡിയത്തിലാണ്. ബേസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിലോ OH- എന്ന് തന്നാൽ ബേസിക് മീഡിയത്തിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അഡിഷൻ റിയാക്ഷൻ നടക്കും. CH3 COH CNH എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇപ്പം ഇവിടെ നോക്കൂ, അസറ്റാൽഡിഹൈഡ്, അത് അസറ്റാൽഡിഹൈഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അസറ്റാൽഡിഹൈഡാണ്. അപ്പം ഈ സൈനോഹൈഡ്രിനെ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം? അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രിൻ എന്ന് പറയാം. അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രിൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു അടുത്ത കോമ്പൗണ്ട് അസറ്റോൺ എടുക്കാം. C+OCH3. അസറ്റോൺ എടുക്കാം. ഓക്കെ, ഈ അസറ്റോണ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യാണ്? എഗെയിൻ അസറ്റോൺ എടുത്തു, HCN-ഉമായിട്ട് റിയാക്ട് ചെയ്തു. അഡീഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷനാണ്. ബേസിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. പ്രോഡക്റ്റ് എന്താ ഫോം ചെയ്യുക? CH3 COH CnCH3. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഇത് അസറ്റോണിൽ നിന്നാണ്. അസറ്റോണിൻ്റെ സയനോഹൈഡ്രിനാണ്. അപ്പോൾ ഇത് അസറ്റോൺ സയനോഹൈഡ്രിനാണ്. ഇനി അടുത്തൊരു എക്സാമ്പിളായിട്ട് C6H5 C+OH എടുക്കാം. ഇതെന്താ? ബെൻസാൽഡിഹൈഡാണ്. ബെൻസാൽഡിഹൈഡ് HCN-ഉമായിട്ട് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് തരും ഇൻ പ്രസൻസ് ഓഫ് ബേസ്.
എന്നിട്ട് എന്താ ഫോം ചെയ്യുക? C6H5 COH CnH എന്താണ്? ബെൻസാൽഡിഹൈഡ് സൈനോഹൈഡ്രിൻസ് ഫോം ചെയ്യും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, അസറ്റാൽഡിഹൈഡും അസറ്റോണും ബെൻസാൽഡിഹൈഡും ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് ഫാസ്റ്ററായിട്ട് HCN-ഉമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൈനോഹൈഡ്രിൻസ് ഫോം ചെയ്യുക? ഏതാണ് ഫാസ്റ്ററായിട്ട് റിയാക്ട് ചെയ്യുക? ഏതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് ആയിരിക്കും കൂടുതൽ എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുക? നമുക്കൊരു കാര്യം അറിയാം, റേറ്റ് ഓഫ് റിയാക്ഷൻ, ഈ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റെറിക് ഹിൻഡ്രൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെറിക് ഹിൻഡ്രൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ അസറ്റാൽഡിഹൈഡ്, അസറ്റോൺ, ബെൻസാൽഡിഹൈഡ് ഇത് മൂന്നും ഒന്ന് കമ്പയർ ചെയ്തു. ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ അസറ്റാൽഡിഹൈഡിൽ CH3 ഗ്രൂപ്പാണ് വരുന്നത്, ഒരു ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഈ അസറ്റോൺ നോക്കി കഴിയുമ്പോൾ രണ്ടും CH3 ഗ്രൂപ്പ്സ് ആണ് അല്ലേ? രണ്ടെണ്ണവും CH3 ഗ്രൂപ്പാണ്. അപ്പം ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടില്ലേ? അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? അസറ്റാൽഡിഹൈഡിനായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? അസറ്റോൺ വരുന്നത്. ഇനി അടുത്തത് ഈ അസറ്റോണും ബെൻസാൽഡിഹൈഡും കൂടി കമ്പയർ ചെയ്ത് നോക്കാം. അസറ്റോണിൽ രണ്ട് CH3 ഗ്രൂപ്പ് ആണ്, പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു C6H5 ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ബെൻസാൽഡിഹൈഡിനായിരിക്കും ഇതിനേക്കാളും റിയാക്ഷൻ കുറവ്. ബെൻസാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഒരു ബൾക്കി ഗ്രൂപ്പാണ്. ഇനി ഈ അസറ്റോണിൻ്റെ കൂടെ തന്നെ ഈ ഒരു കോമ്പൗണ്ട് തന്നാലോ, CH3 C+O C2H5 എന്നുള്ളൊരു കോമ്പൗണ്ടാണ്. ഓക്കെ, അതായത് അസറ്റാൽഡിഹൈഡ്, അസറ്റോൺ, അതുപോലെ തന്നെ ഈ ഒരു കോമ്പൗണ്ട്, അതായത് 1 2 3 4, അതായത് ബ്യൂട്ടനോൺ അല്ലേ? ഇതൊരു ബ്യൂട്ടനോൺ ആണ്, ബ്യൂട്ടൻ 2 ഓൺ ആണ് ഈ ഒരു കോമ്പൗണ്ട്. അസറ്റാൽഡിഹൈഡിനാണോ, അസറ്റോണിനാണോ, ബ്യൂട്ടനോണിനാണോ റേറ്റ് ഓഫ് റിയാക്ഷൻ കുറവുണ്ടാവുക? നമ്മൾ പറഞ്ഞു അസറ്റാൽഡിഹൈഡും അസറ്റോണും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അസറ്റാൽഡിഹൈഡാണ് ഫാസ്റ്ററായിട്ട് റിയാക്ട് ചെയ്യുക, കാരണം സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്. ഇനി അസറ്റോണും ബ്യൂട്ടനോണും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഈ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് നോക്കിക്കഴിഞ്ഞാൽ അസറ്റോണിൽ രണ്ട് CH3 ആയിരുന്നു അല്ലേ? ഇവിടെ ഒരു CH3 CH2 CH3 ആണ്, അല്ലെങ്കിൽ C2H5 ആണ്. അപ്പോൾ ഇവിടെ അസറ്റോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലാണ്. അപ്പോൾ അസറ്റോണിനേക്കാൾ കുറവായിരിക്കും ബ്യൂട്ടനോണിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതെന്താണ്? അസറ്റോഫീനോൺ ആണ്. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ റേറ്റ് കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? അപ്പോൾ ഇത് രണ്ടും നോക്കി, ഇതിൽ ഏതിലാണ് സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലെന്ന് നോക്കി. സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയും. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു സ്റ്റെറിക് ഹിൻഡ്രൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫീനൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ആണ്. ഈ ഒരു എക്സാമ്പിളിൽ അസറ്റോഫീനാണല്ലോ, ഇവിടെ ഒരു ഫീനൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ CH3 ഗ്രൂപ്പാണ്. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതൽ. അസറ്റോഫീനോണിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലാണ്, റേറ്റ് ഓഫ് റിയാക്ഷൻ കുറവായിരിക്കും. ഇവിടെ എന്താണ്? ബെൻസാൽഡിഹൈഡിൽ ഒരു ഭാഗത്ത് ഫിനൈൽ ഗ്രൂപ്പും ഒരു ഭാഗത്ത് ഹൈഡ്രജനുമാണ്. അപ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്, ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ഈ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ്റെ റിയാക്ഷൻ റേറ്റ് ചോദിക്കാം. ആൽഡിഹൈഡ്സും കീറ്റോൺസും കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡ്സ് ആണ് ഫാസ്റ്ററായിട്ട് റിയാക്ഷൻ തരിക. ഇനി കീറ്റോൺസിൽ തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകൾ ബൾക്കി ആൽക്കൈൽ ഗ്രൂപ്പിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ബൾക്കി ആയിരിക്കും അവിടെ ഗ്രൂപ്പ്, അതിനനുസരിച്ചിട്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടും, അതിനനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയും. ഓക്കെ.